ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ ഫോർകാസ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മളത് എങ്ങനെ ചെയ്യണം എന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു വർക്കിംഗ് ക്യാപിറ്റൽ വളരെ ഇനഫാണ്, എഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. അങ്ങനെ അത് ഇല്ലെങ്കിൽ ഇനഫായിട്ടുള്ള അല്ലെങ്കിൽ എഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എമൗണ്ട് നമുക്ക് ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു കമ്പനിക്ക് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ടത് ഹൗ ക്യാൻ വി എസ്റ്റിമേറ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എങ്ങനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം എന്നാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ടത്. അതാണ് നമ്മളിന്നിവിടെ പഠിക്കുന്നത്. ആദ്യം നമുക്ക് കാണാം ദ ഫാക്ടേഴ്സ് affecting or the factors that have to be taken into consideration while making an estimate of working capital requirements. Working capital requirements forecast ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. The first factor, the total cost incurred on materials, wages and overhead. മെറ്റീരിയൽ, വേജ്, ഓവർഹെഡിന് ഇൻകർ ചെയ്ത് വരുന്ന ടോട്ടൽ കോസ്റ്റ്. And the length of time for which the raw materials are to remain in stores before they are issued for production. അതായത് പ്രൊഡക്ഷന് മുൻപ്, അതായത് ഇൻവെൻട്രി എത്രയാണ്, അതിൻ്റെ ലെങ്ത് ഓഫ് ടൈം ടേക്കൺ അത് നോക്കണം. Then the length of the production cycle or work in progress. അതായത് എന്താണ്, റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് കൺവേർഷൻ ചെയ്യാൻ എടുക്കുന്ന സമയം, നമ്മൾ അതിനെയാണ് ലെങ്ത് ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയാം, അത് കൺസിഡർ ചെയ്യണം. Then the length of sales cycle, which means what? Finished goods നമ്മുടെ സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന, അതായത് ക്യാഷിലേക്ക് അത് സെയിൽസായി മാറുന്നത് എടുക്കുന്ന ടൈം പീരീഡ്, അതായത് എത്രത്തോളം ടൈം പിടിക്കുന്നുണ്ട് ഫിനിഷ്ഡ് ഗുഡ്സ് സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. The average period of credit allowed to the customers. Then amount of cash required to pay the day-to-day commitments of the business. The average amount of cash required to make any advance payments. The average credit period expected to be allowed by the suppliers. Time lag in the payment of the wages and other expenses. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം while estimating the working capital requirements. ഇനി we have different methods for estimating the working capital requirements. Our methods are the first method, the net current asset forecasting method, operating cycle method, projected balance sheet method, adjusted profit and loss account method, and last method cash flow forecast method. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള 4 മെത്തേഡ്. സോ നെറ്റ് കറന്റ് അസറ്റ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ്, പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ് മെത്തേഡ്, അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മെത്തേഡ് ആൻഡ് ദ cash flow forecast method. So these are the different methods of estimating the working capital requirements. ഇനി നമുക്ക് ഓരോ മെത്തേഡും ഡിസ്കസ് ചെയ്യണം. നമ്മൾ ആദ്യം പഠിക്കുന്നത് നെറ്റ് കറന്റ് അസറ്റ് ഫോർകാസ്റ്റിംഗ് മെത്തേഡാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്, ഓർ ദ നെറ്റ് കറന്റ് അസറ്റ് ഫോർകാസ്റ്റ് മെത്തേഡ്. ഇത് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ഫോർ എ ട്രേഡിംഗ് കൺസേൺ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ആണ്. ഇഫ് ഇറ്റ് ഈസ് എ ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ അതിൻ്റെ പ്രൊഫോമയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർ എസ്റ്റിമേഷൻ ഓഫ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഇഫ് ഇറ്റ് ഈസ് എ ട്രേഡിംഗ് കൺസേൺ ആണെങ്കിലാണ് ഇതുപോലെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതിൽ എന്തെല്ലാമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ആദ്യം ഹെഡിങ് കൊടുത്തു, ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, 2 columns, പെർട്ടിക്കുലർ കോളം ആൻഡ് ദ എമൗണ്ട് കോളം. പെർട്ടിക്കുലർ കോളത്തിൽ ആദ്യം എഴുതിയിരിക്കുന്നത് കറണ്ട് അസറ്റ്സ്. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഫോർമുല നമുക്ക് എപ്പോഴും അറിയാം, കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലായി. അതേപോലെ തന്നെയാണ് അവരിവിടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മളവിടെ എഴുതുന്നു. ക്യാഷ്, റിസീവബിൾസ്, സ്റ്റോക്സ്, അഡ്വാൻസ് പേയ്മെൻറ്റ് എക്സെട്ര. അതായത് സ്റ്റോക്കും ഡെറ്റേഴ്സും ഒക്കെ എത്ര നാളാണ് അവിടെ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത് എന്നാണ് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ദ ടോട്ടൽ എമൗണ്ട് ബ്ലോക്ക്ഡ് ഇൻ കറണ്ട് അസറ്റ്സ്
അതാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് 4 months sales എന്നൊക്കെ പറഞ്ഞ് തന്നിരിക്കുന്നത്. ദെൻ അടുത്തത് എന്താണ് ചെയ്തിരിക്കുന്നത്? കറണ്ട് ലയബിലിറ്റീസ്, ലെസ് കറണ്ട് ലയബിലിറ്റീസ്. ആ കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് ഡിഡക്റ്റ് ചെയ്യണം ടു ഫൈൻഡ് ഔട്ട് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. ഏതൊക്കെയാണ്? ക്രെഡിറ്റേഴ്സ്, ലാഗിങ് പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് എക്സെട്ര. അപ്പോൾ അത് മൈനസ് ചെയ്യുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ add provisions or margin of safety. Margin for safety, which means a margin for contingency. അതായത് നമ്മളൊരു എക്സ്ട്രാ എമൗണ്ട് ഒരു അതായത് എപ്പോഴും അത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു മാർജിൻ ഓഫ് സേഫ്റ്റി ആയിട്ട് നമ്മൾ കണ്ടിജൻസി ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ അങ്ങനെ ചെയ്യുന്നത്. In order to provide for contingencies, some extra amount will be calculated as is fixed percentage of the working capital. അതിനെ മാർജിൻ ഫോർ സേഫ്റ്റി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മാർജിൻ ഫോർ കണ്ടിജൻസീസ് എന്ന് പറയുന്നത് അത് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്. സോ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്? ഫസ്റ്റ് ലിസ്റ്റ് ഔട്ട് ദ കറണ്ട് അസറ്റ്സ്, വിച്ച് മീൻസ് ദ എമൗണ്ട് ബ്ലോക്ക്ഡ് ഇൻ ദ കറണ്ട് അസറ്റ്സ്. Then minus deduct the current liabilities. So you will get the working capital. Then we have to add the margin for contingencies. After that we will get the net working capital required. It's for a trading concern. ഇതൊരു ട്രേഡിംഗ് കൺസേൺ ആണ്. പ്രോഫിറ്റ് എന്നുള്ളൊരു ഭാഗം നമ്മളെപ്പോഴും ഇഗ്നോർ ചെയ്യും. നമ്മൾ ഈ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് നോക്കില്ല. മാത്രമല്ല എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഡെപ്റ്റേഴ്സിനെയും സ്റ്റോക്കിനെയും ഒക്കെ നമ്മൾ വാല്യൂ ചെയ്യുന്ന എടുക്കേണ്ട എമൗണ്ട് ഷുഡ് ബി ടേക്കൺ അറ്റ് കോസ്റ്റ്. കോസ്റ്റിൽ തന്നെ എടുക്കണം. അല്ലെങ്കിൽ കോസ്റ്റിലല്ല സെയിൽസിലോ അങ്ങനെയാണെങ്കിൽ അത് പ്രത്യേകം ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റോക്സ് ആൻഡ് ഡെപ്റ്റേഴ്സ് ഷുഡ് ബി ടേക്കൺ അറ്റ് കോസ്റ്റ്. അതെപ്പോഴും ശ്രദ്ധിക്കാം. ഇത് നെക്സ്റ്റ് ഒരു പ്രൊഫോമയാണ്. ഇഫ് ഇറ്റ് ഈസ് എ മാനുഫാക്ചറിങ് കൺസേൺ, ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ എങ്ങനെയാണ്? ഫോർമുല നമ്മുടെ ഏകദേശം ആ കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. കറണ്ട് അസറ്റ്സ് ലെസ് കറണ്ട് ലയബിലിറ്റീസ്, യു വിൽ ഗെറ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ വി ഹാവ് ടു ആഡ് ദ മാർജിൻ ഫോർ കണ്ടിജൻസീസ് ഓർ ദ പ്രൊവിഷൻസ് ഫോർ കണ്ടിജൻസീസ്. ദെൻ യു വിൽ ഗെറ്റ് ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്. ഇവിടെ കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം റോ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരിക്കും, ഡെപ്റ്റേഴ്സ്, അങ്ങനെ ഓരോന്നിലും 3 കാറ്റഗറി വരും. റോ മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർ ഹെഡ്. അങ്ങനെ ഇതാണ് ഒരു വ്യത്യാസം. ആദ്യം ദ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക്. ദെൻ വർക്ക് ഇൻ പ്രോഗ്രസ്, അതിൽ 3 എണ്ണം വരും. റോ മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഓവർ ഹെഡ്. ദെൻ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, അതിന് നമ്മൾ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. റോ മെറ്റീരിയൽസ്, ഡയറക്റ്റ് ലേബർ, ഓവർ ഹെഡ്സ്. ദെൻ സെമിറ്ററി ഡെപ്റ്റേഴ്സ്, again categorized into 3: raw materials, direct labor and overhead. Payment in advance, balance of cash for any balance of cash. Actually it is for required to meet the day-to-day expenses and if there are any other current assets. And ഇതിൽ നിന്ന് ഈ എല്ലാ കറണ്ട് അസറ്റ്സിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? കറണ്ട് ലയബിലിറ്റീസ് ഡിഡക്റ്റ് ചെയ്യണം. ആദ്യം ക്രെഡിറ്റേഴ്സ്, ദെൻ ലാഗിൻ പേയ്മെൻറ്റ്, അതുപോലെ തന്നെ ഇനി അതർ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ നമ്മളത് ഡിഡക്റ്റ് ചെയ്ത് കളയണം. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? മാർജിൻ ഫോർ കണ്ടിജൻസീസ് ഓർ പ്രൊവിഷൻ ഫോർ കണ്ടിജൻസീസ് ആഡ് ചെയ്യുന്നു. സോ യു വിൽ ഗെറ്റ് ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇവിടെയും നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യില്ല, പ്രോഫിറ്റിനെ കൺസിഡർ ചെയ്യില്ല. പ്രോഫിറ്റ്സ് ഷുഡ് ബി ഇഗ്നോർഡ്. ഇതിനെ ഇഗ്നോർ ചെയ്യണം. മാത്രമല്ല, കാരണം എന്തുകൊണ്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യാത്തത്? ഒന്ന് വർക്കിംഗ് ക്യാപിറ്റൽ കൺസിഡർ ചെയ്യുമ്പോൾ ഒരിക്കലും പ്രോഫിറ്റ് കൺസിഡർ ചെയ്യില്ല, അതൊരു കാരണം. പിന്നെ വർക്കിംഗ് ക്യാപിറ്റലിന് നമ്മൾ പ്രോഫിറ്റിനും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ പ്രോബ്ലം വരിക? ദ വർക്കിംഗ് ക്യാപിറ്റൽ ഹാസ് ടു ബി റെഡ്യൂസ്ഡ് ബൈ ദ എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ്, ട്രോയ്, അങ്ങനെ വരുന്ന പല ഫാക്ടേഴ്സിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ ഇതിൽ വരും. അതുകൊണ്ടാണ് അത് നമ്മളത് എടുക്കാത്തത്. ദെൻ അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം വർക്കിംഗ് പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, ഇഫ് നത്തിങ് ഈസ് മെൻഷൻഡ്, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഡിഗ്രി ഓഫ് കംപ്ലീഷൻ 100 എടുക്കാം. നമ്മൾ ഡിഗ്രി ഓഫ് പ്രോസസ് അക്കൗണ്ടിങ് ഒക്കെ ചെയ്യുമ്പോൾ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ പറയുമ്പോൾ 100% എത്ര പെർസെൻറ്റ് കംപ്ലീഷനാണ്? റോ മെറ്റീരിയൽസ് 100%, ലേബർ 50%, ഓവർ ഹെഡ്സ് 50%, അങ്ങനെ നമ്മൾ കാണാറുണ്ട് അല്ലേ? അപ്പോൾ യൂഷ്വലി നിങ്ങൾ എടുക്കേണ്ടത് എങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ റോ മെറ്റീരിയൽ 100% ആയിട്ട് അസ്യൂം ചെയ്യാം. റോ മെറ്റീരിയൽ കംപ്ലീഷൻ 100%ഉം ലേബർ ആൻഡ് ഓവർ ഹെഡ് 50%ഉമായിട്ട് കൺസിഡർ ചെയ്യണം.
ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? റോ മെറ്റീരിയൽസ് 100% ആൻഡ് ദ ലേബർ ആൻഡ് ഓവർ ഹെഡ് 50% കംപ്ലീഷൻ എന്ന രീതിയിലാണ് നിങ്ങൾ എടുക്കേണ്ടത്. മാത്രമല്ല എപ്പോഴും സ്റ്റോക്സിൻ്റെ എല്ലാ വാല്യുവേഷനിലും ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എല്ലാം കോസ്റ്റിലാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. കോസ്റ്റിലാണ് നമ്മളത് എടുക്കേണ്ടത്. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്കിംഗ് കംപ്ലീഷൻ, വർക്കിംഗ് പ്രോഗ്രസിൻ്റെ കേസിൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് 100% ആൻഡ് ദ ലേബർ ആൻഡ് ഓവർ ഹെഡ് 50% ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ്. പിൻ ഷോർട്ട് ഇത്രയേ ഉള്ളൂ. കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് യു വിൽ ഗെറ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ വി ഹാവ് ടു ആഡ് ദ പ്രൊവിഷൻസ് ഫോർ കണ്ടിൻജൻസീസ്. ദെൻ യു വിൽ ഗെറ്റ് ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്. നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. On 1st January 2016, the Board of Directors of X Limited decides to know the amount of working capital that will be required to meet the program they have planned for the year. From the following information, prepare an estimate of working capital requirements. The issued share capital 2 lakhs, 8% debentures 50,000, fixed assets as on 1st January 1,25,000. Production during the previous year was 60,000 units and it is proposed to maintain the same during 2016. The expected ratio of cost to selling price are as follows. Raw materials 60%, direct wages 10% and overhead 20%. Following further information are available. Raw materials are expected to remain in stores on an average 2 months before issue to production. അതായത് റോ മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 2 months ബ്ലോക്ക്ഡ് ആയിട്ട് അവിടെ കിടക്കുകയാണ്, സ്റ്റോറിൽ കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു 2 months ബ്ലോക്ക്ഡ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു എമൗണ്ട് വിച്ച് ഇസ് ബ്ലോക്ക്ഡ് ഇൻ കറണ്ട് അസറ്റ്സ് ആണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് റോ മെറ്റീരിയൽസ് എത്ര മാസം ബ്ലോക്കായി കിടക്കുന്നു എന്ന് പറയുന്ന പ്രൊഡക്ഷന് മുൻപ് 2 months. And each unit of production is expected to be in process for 1 month. അതായത് work in progress 1 month ആണ്. Finished goods will stay in the warehouse awaiting dispatch to customers for exactly or approximately 3 months. Credit allowed by the creditors is 2 months from the date of delivery of raw materials. Credit given to debtors is 3 months from the date of dispatch. Selling price is ₹5 per unit. There is regular production and sales cycle. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ. അപ്പോൾ റോ മെറ്റീരിയൽസ് എത്ര മാസം ബ്ലോക്കഡായി കിടക്കുന്നുണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ്, ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ് എല്ലാം നമുക്ക് പ്രത്യേകം എടുത്ത് തന്നിട്ടുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് അടക്കം നമുക്ക് തന്നിട്ടുണ്ട്. എത്ര യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും എല്ലാം ഡീറ്റെയിൽസ് ആയി തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. ആദ്യം നമ്മൾ കറണ്ട് അസറ്റ്സ് ആണ് എഴുതേണ്ടത്. ഇതൊരു മാനുഫാക്ചറിങ് കൺസേൺ ആണ് അല്ലേ, അതുകൊണ്ടാണ് പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു മാനുഫാക്ചറിങ് കൺസേൺ ആണ്. ഇനി ഇവിടെ ആദ്യം എഴുതേണ്ട ഐറ്റം എന്തായിരിക്കും? ഇപ്പോഴും നമ്മുടെ പെർഫോമറിൽ പറഞ്ഞു ആദ്യത്തെ ഐറ്റം സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആണ്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് പറഞ്ഞിരിക്കുന്നത് 2 മാസമാണ്. അത് ഫസ്റ്റ് ഫർദർ ഇൻഫോർമേഷനിൽ ഫസ്റ്റ് പോയിന്റ്, റോ മെറ്റീരിയൽസ് ആർ എക്സ്പെക്റ്റഡ് ടു റിമെയിൻ ഇൻ സ്റ്റോഴ്സ് ഓർ ഓൺ ആൻ ആവറേജ് 2 months ബിഫോർ ഇഷ്യൂ ടു പ്രൊഡക്ഷനേക്കാൾ 2 മാസം മാത്രമാണെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ എത്ര യൂണിറ്റ്സ് ആണ്? നിങ്ങളൊരു പേപ്പറും പെന്നും എടുക്കാം, എന്നിട്ട് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. പ്രൊഡക്ഷൻ എത്ര യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്? 60,000 യൂണിറ്റ്സ് ആണ് പ്രീവിയസ് ഇയറിലുള്ളത്. ഈ കൊല്ലം 60,000 ആണെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ സെയിൽസ് എത്ര വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സെയിൽസ് എമൗണ്ട് നിങ്ങൾക്ക് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് തന്നിട്ടുണ്ട് ₹5. സോ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 60,000 into 5. 60,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ₹5. സോ 60,000 into 5 ₹3 lakhs. അപ്പോൾ ടോട്ടൽ സെയിൽസ് കിട്ടി. ഇനി ഇവർ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ദ എക്സ്പെക്റ്റഡ് റേഷ്യോ ഓഫ് കോസ്റ്റ് ടു സെല്ലിംഗ് പ്രൈസ് ആർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്.
റോ മെറ്റീരിയൽ 60%, ഡയറക്റ്റ് വേജസ് 10%, ഓവർഹെഡ് 20%. അതുകൊണ്ട് ഈ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ളത് എത്രയായിരിക്കും? 60% ആയിരിക്കും. ഈ സെയിൽസിൻ്റെ 60% ആയിരിക്കും അതിൻ്റെ കോസ്റ്റ് എമൗണ്ട്. അതാണ് എക്സ്പെക്റ്റഡ് റേഷ്യോ ഓഫ് കോസ്റ്റ് ടു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ടോട്ടൽ നിങ്ങൾ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് 5 × 60% കണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പം ഈ ടോട്ടലായി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ടോട്ടൽ 3 lakhs ആണെന്ന് പറഞ്ഞു. 60,000 × 5 3 lakhs. 3 lakhsൻ്റെ 60% കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, 60% കാൽക്കുലേറ്റ്. അപ്പോൾ എങ്ങനെ ചെയ്യാം? 3 lakhs × 60/100. അപ്പോൾ നിങ്ങൾക്ക് 1 yearലെ കിട്ടും. ആ 1 yearലെ കൊണ്ട് ഡിവൈഡഡ് ബൈ 12 ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തെ കിട്ടും. നമുക്ക് മാസമായിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ചിലപ്പോൾ വീക്സിലേക്കാണെങ്കിൽ നമ്മൾ വീക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. മന്ത്ലി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? മന്ത്സിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 3 lakhs × 60% × 12 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ യു വിൽ ഗെറ്റ് 1 മന്തിൽ എത്രയാണെന്ന് മനസ്സിലാവും. അങ്ങനെ ഇവിടെ മന്ത്ലി കിട്ടിയിരിക്കുന്നതാണ് 15,000 ആണ് വരുന്നത്. നിങ്ങൾക്ക് കിട്ടാം 15,000 കിട്ടിയില്ലേ? ആ 15,000 പിന്നെ ഇവിടെ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആവറേജ് 2 months ബിഫോർ ഇഷ്യൂ ടു പ്രൊഡക്ഷനിലായിരുന്നു സ്റ്റോറിലുണ്ടായിരുന്നത്. അപ്പോൾ 2 months ആണ്. സോ 2 monthsലാണ് ഈ റോ മെറ്റീരിയൽസ് ബ്ലോക്കായി കിടന്നിരുന്നത്, എമൗണ്ട് ബ്ലോക്കായിട്ട് കിടക്കുന്നത്. അപ്പോൾ 15 × 2 നമുക്ക് എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആവശ്യം വരുന്നത് എന്തുകൊണ്ടാണ്? ഈസിലി അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വർക്കിംഗ് ക്യാപിറ്റലിലെ പ്രോബ്ലം വരുന്നില്ല. കാരണം കറണ്ട് അസറ്റ്സ് കറണ്ട് ലയബിലിറ്റീസ് വേഗം കൺവേർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല. പക്ഷേ ഇത് എമൗണ്ട് ബ്ലോക്കായി കിടക്കുമ്പോഴൊക്കെയാണ് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് എമൗണ്ട് എത്ര ബ്ലോക്ക്ഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ 2 months ആയതുകൊണ്ട് 15,000 × 2. അപ്പോൾ അത് കഴിഞ്ഞു 30,000. ദെൻ അടുത്തത് എപ്പോഴും നമ്മൾ എഴുതാം വർക്കിംഗ് പ്രോഗ്രസ് ആണ്. വർക്കിംഗ് പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ നമുക്കത് 3 നമുക്ക് തന്നിട്ടുണ്ട്. മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മെറ്റീരിയൽ 100% കംപ്ലീറ്റ് എന്നും ലേബർ ആൻഡ് ഓവർഹെഡ് 50% എന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ വർക്കിംഗ് പ്രോഗ്രസിനെ പറ്റി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഇൻ പ്രോസസ് ഫോർ 1 month, ഒരു മാസം. അപ്പോൾ ഒരു മാസത്തെ യൂണിറ്റിന് നമ്മൾ എമൗണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് മെറ്റീരിയൽസിൻ്റെ. ദാറ്റ് ഈസ് റോ മെറ്റീരിയൽസ് തന്നെയാണ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അത് 15,000 ആണ്. അപ്പോൾ 1 month എന്ന് പറയുമ്പോൾ 15,000 × 1 15,000. ആൻഡ് ലേബർ നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യണം. 3 lakhs ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ലേബർ വരുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് വേജസ് 10% ആണ്. സോ 3 lakhs × 10% ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാസത്തെ കിട്ടും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നതാണ് 2,500. സോ 2,500 × 0.50 എന്താണ് കാരണം? ഹാഫ് ഓഫ് ദ എമൗണ്ട് ആണ് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം. എന്തുകൊണ്ടാണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വർക്കിംഗ് പ്രോഗ്രസ് റോ മെറ്റീരിയൽസ് 100% ആണ്, കോസ്റ്റ് ആണ്. ലേബറും ഓവർഹെഡും കോസ്റ്റ് ഓഫ് ലേബർ ആൻഡ് കോസ്റ്റ് ഓഫ് ഓവർഹെഡ് എന്ന് പറയുന്നത് 50% ആണ് എന്നാണ് നമ്മൾ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് 0.5 എടുത്ത് ചെയ്തത്. മറ്റേത് 1 month എന്ന് പറയുന്നത് 1 month ആണല്ലോ അതിൽ ഡിലേ വന്നിരിക്കുന്നത്. അപ്പോൾ ആ 50% എന്ന് പറയുമ്പോൾ 4.5 അങ്ങനെയാണ് 2,500 × 0.5 ചെയ്തത്. സോ യു വിൽ ഗെറ്റ് 1,250. ഇതുപോലെ തന്നെ ഓവർഹെഡ്സും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓവർഹെഡ്സ് എത്ര പെർസെൻറ്റേജ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? എക്സ്പെക്റ്റഡ് റേഷ്യോ ഓഫ് കോസ്റ്റ് ടു സെല്ലിംഗ് പ്രൈസ് ഇറ്റ് ഈസ് 20%. അതായത് 3 lakhs × 20% ഡിവൈഡഡ് ബൈ 12. സോ യു വിൽ ഗെറ്റ് 5,000 per month. 5,000 ആണ് ഒരു മാസം. അപ്പോൾ 5,000 × 0.5 ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് 50% എടുക്കുന്നു എന്നാണ് നമ്മുടെ അസംഷൻ. സോ 0.5 പകുതി എടുത്തു. 5,000 × 0.5 ദാറ്റ് ഈസ് 2,500. അപ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ടോട്ടൽ കിട്ടി 18,750. ദെൻ അടുത്തത് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് വിൽ സ്റ്റേ ഇൻ ദ വെയർഹൗസ് awaiting dispatch to customers for approximately 3 months. 3 മാസമാണ്. അപ്പോൾ 3 months ആണ്. അപ്പോൾ മെറ്റീരിയൽ 15,000 × 3, ലേബർ 2,500 × 3, ഓവർഹെഡ്സ് 5,000 × 3. Then next one, the debtors ആണ് കറണ്ട് അസറ്റ്സിൽ വരുന്ന അടുത്ത ഐറ്റം.
ക്രെഡിറ്റ് ഗിവൺ ടു ഡെപ്റ്റേഴ്സ് ഈസ് 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഡിസ്പാച്ച്. 3 മാസമാണ്. അപ്പോൾ അവിടെയും വരും നമുക്ക് 3 കാറ്റഗറി. മെറ്റീരിയൽ 15,000 ഇൻറ്റു 3, ലേബർ 2,500 ഇൻറ്റു 3, ഓവർഹെഡ് 5,000 ഇൻറ്റു 3. ഇതോടുകൂടി നമ്മുടെ എല്ലാ കറണ്ട് അസറ്റ്സ് കഴിഞ്ഞു. ഇതിൽ ക്വസ്റ്റ്യനിൽ വേറെ കറണ്ട് അസറ്റ്സ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ അതുവരെയുള്ളതെല്ലാം ആഡ് ചെയ്യണം. 30,000 പ്ലസ് 18,750 പ്ലസ് 67,500 പ്ലസ് 67,500. സോ യു വിൽ ഗെറ്റ് 1,83,750. അത് കിട്ടി. ഇനി കറണ്ട് ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യണം. ഇവിടെ ഒരു ക്രെഡിറ്റേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 2 months ആണ്. ഈസ് 2 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെലിവറി ഓഫ് റോ മെറ്റീരിയൽസ്. ക്രെഡിറ്റ് അലോ ചെയ്തിരിക്കുന്നത് 2 മാസമാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്രെഡിറ്റേഴ്സ് ഉണ്ടാകുന്നത്? റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ സപ്ലയേഴ്സിനെയാണ് നമ്മൾ ആരിൽ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് ആ സപ്ലയേഴ്സാണ് നമ്മുടെ കമ്പനിക്ക് ക്രെഡിറ്റേഴ്സ് ആയിട്ട് വരാം. അപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ റോ മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിന് റോ മെറ്റീരിയലിൻ്റെ ഒരു മാസത്തിൻ്റെ സ്റ്റോക്കിൻ്റെ എമൗണ്ട് 15,000 ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ക്രെഡിറ്റേഴ്സ് 2 മാസമാണ് നമുക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. സോ 15,000 ഇൻറ്റു 30,000. അപ്പോൾ കറണ്ട് കറണ്ട് അസറ്റ്സിൻ്റെ ടോട്ടലിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് ഡിഡക്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 1,83,750 മൈനസ് 30,000. സോ യു വിൽ ഗെറ്റ് 1,53,750 കിട്ടി. ദാറ്റ് ഈസ് അവർ ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്. ബട്ട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഒരു കാര്യമുണ്ട്. അതായത് ഫിക്സഡ് അസറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1,25,000 നമുക്ക് ഫിക്സഡ് അസറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താ അത്? അതായത് 1,25,000 എന്ന് പറയുന്നത് നമുക്ക് സോഴ്സ് ഓഫ് ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടിരിക്കുന്ന എമൗണ്ട് ആണ്. 1,25,000 ഓൾറെഡി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എത്രയാണ് വന്നിട്ടുള്ളത്? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ 1,53,750 ആണ്. പക്ഷേ നമ്മുടെ കയ്യിൽ ഓൾറെഡി 1,25,000 ഉണ്ട്. അപ്പോൾ ഇത് മൈനസ് ചെയ്യണം. എങ്ങനെ? 1,53,750 മൈനസ് 1,25,000 മൈനസ് ചെയ്യും. അപ്പോൾ റിമൈനിങ് നമുക്കൊരു 28,750 കിട്ടും. അത്ര മാത്രം ക്യാപിറ്റലാണ്, എഡീഷണൽ ക്യാപിറ്റലാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളത്. The additional, so that we can conclude that the additional capital, working capital required will be 28,750. ഈ 28,750 പറഞ്ഞത് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം നമുക്ക് 1,53,750 വേണമായിരുന്നു. ബട്ട് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഫിക്സ്ഡ് അസറ്റ്സ് ആയിട്ട്, അതായത് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് അവൈലബിൾ ആയിട്ട് 1,25,000 ഉണ്ട്. കാരണം ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് പറയുന്നത് കറണ്ട് ഷെയർസ് പ്ലസ് ഡിബഞ്ചേഴ്സ് പ്ലസ് ഫിക്സ്ഡ് അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,25,000 ആണ് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 1,53,750 നിന്ന് 1,25,000 മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ആവശ്യമുള്ളൂ. അതായത് 28,750 എമൗണ്ട് മാത്രമാണ് നമുക്ക് അഡീഷണലായിട്ട് ആവശ്യമുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യുക. ക്ലിയർ? ഇതുപോലെ തന്നെ താഴെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതും ഇതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യണം. ഇതൊരു സ്റ്റാർക്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഇത് ഓരോന്നിൻ്റെയും നമുക്ക് പ്രത്യേകമായിട്ട് തന്നിട്ടുണ്ട്. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, വേജസ് എത്ര മാസമാണ്, എങ്ങനെയാണ്, വീക്സിലാണ് വേജസ് തന്നിരിക്കുന്നത്. ഓവർഹെഡ് അതിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഓവർഹെഡ്സ്, റെൻറ്റ്, റേറ്റ് എക്സെട്ര. സാലറീസ്, അതർ ഓവർഹെഡ്, ക്യാഷ് സെയിൽസ്, ക്രെഡിറ്റ് സെയിൽസ് എക്സെട്ര തന്നിട്ടുണ്ട്. Average amount of stock and work in progress 4 lakhs. Average amount of undrawn profit 3 lakhs. It is assumed that all expenses and incomes were made at even rate for the year. ഇത്രയും ഡീറ്റെയിൽസ് ആണ് തന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ആദ്യം കറണ്ട് അസറ്റ്സ് ആണ്. കറണ്ട് അസറ്റ്സിൽ ആദ്യത്തായിട്ട് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നിട്ടില്ല. അതായത് മുൻപ് തന്നിട്ടുള്ള ഒരു ഓർഡറിലല്ല തന്നിരിക്കുന്നത്. സ്റ്റോക്ക്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ടെങ്കിലും ഒരു വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ കുറച്ച് വീക്സിലാണ് തന്നിരിക്കുന്നത്, ചിലത് മാസത്തിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ വേണം ചെയ്യാനായിട്ട്.
അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്? സ്റ്റോക്ക് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ആവറേജ് എമൗണ്ട് ഓഫ് സ്റ്റോക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് പറഞ്ഞ് തന്നിരിക്കുന്നത്? 4 lakhs ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആയിട്ട് അതാണ് എഴുതേണ്ടത്. അത് നമുക്ക് എന്ത് ചെയ്യാം? അത് തന്നിരിക്കുന്ന എമൗണ്ടുകളെല്ലാം എസ്റ്റിമേറ്റ് ഫോർ ദി ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ടാണ്. എസ്റ്റിമേറ്റ് ഫോർ ദി ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ അത് ഇയർലി എമൗണ്ട് ആണ്. അപ്പോൾ ഈ ഒരു കണക്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരു 3 കോളം കൊടുക്കാം. ഫസ്റ്റ് കോളം പെർട്ടിക്കുലേഴ്സ് കോളം, സെക്കൻഡ് കോളം ഒരു ഇന്നർ കോളം ഇതിൻ്റെ പെർ വീക്കിൽ അല്ലെങ്കിൽ പെർ മന്തിൽ എഴുതാൻ, അടുത്തത് നമുക്ക് ഇയർലി കോളം. ഇങ്ങനെ 3 കോളം നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ ആദ്യത്തായിട്ട് നമ്മൾ എഴുതേണ്ട വരെ സ്റ്റോക്ക് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇയർലി ആയിട്ട് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 4 lakhs. അത് പോയി റൈറ്റ് സൈഡിൽ ഇയർലി കോളത്തിൽ പോയിട്ട് 4 lakhs എന്ന് എഴുതാം. ഓക്കെ. ദെൻ ഡെപ്റ്റേഴ്സ്, കറണ്ട് അസറ്റ്സിൽ അടുത്തത് വരുന്നത് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് ഇവിടെ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമുക്ക് കാണാം ക്വസ്റ്റ്യനിൽ സെയിൽസ് ബ്രാക്കറ്റിൽ ക്രെഡിറ്റ് സെയിൽസ് 2 months എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ആവറേജ് പീരീഡ് ഓഫ് ലോക്കായി കിടക്കുന്ന 2 months ആണ്. എത്രയാണ് എസ്റ്റിമേറ്റ് ഫോർ ദി ഫസ്റ്റ് ഇയർ? 60 lakhs ആണ്. അപ്പോൾ ഇവിടെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് വരാം? 60 lakhs ഇൻറ്റു 2/12, 2 മാസം, മാസത്തിലായതുകൊണ്ട് 2/12 ചെയ്യും. അപ്പോൾ എത്ര വരും? 60 lakhs ഇൻറ്റു 2/12 പോയി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 10 lakhs. അപ്പോൾ അത് ഔട്ടർ കോളത്തിൽ എഴുതാം. നമ്മുടെ ഇയർലി വരുന്ന എമൗണ്ട് കോളത്തിൽ എഴുതാം 10 lakhs. ഇനി കറണ്ട് അസറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ നമുക്കിവിടെ? വേറെ കറണ്ട് അസറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്യണം. 4 lakhs plus 10 lakhs 14 lakhs. അപ്പോൾ ഒരു കറണ്ട് അസറ്റ്സ് കഴിഞ്ഞു. ദെൻ നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് എഴുതണം. കറണ്ട് ലയബിലിറ്റീസ് എഴുതുമ്പോൾ ആദ്യം എന്താ ശ്രദ്ധിക്കേണ്ടത്? എന്താണ് ആദ്യം എഴുതേണ്ടത്? എപ്പോഴും കറണ്ട് ലയബിലിറ്റിയിൽ ആദ്യം നമ്മൾ ക്രെഡിറ്റേഴ്സ് ആണ് എഴുതാം. ഇവിടെ ക്രെഡിറ്റേഴ്സ് ഉണ്ടോ? ഇവിടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ദ ഫസ്റ്റ് ഐറ്റം നോക്കൂ, ദ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ്, ദാറ്റ് ഇസ് 6 weeks എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ് എമൗണ്ട് വന്നിരിക്കുന്നത്? 26 lakhs ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്? 6 weeks ആണ്. എത്ര വീക്സ് ആണ് നമ്മൾ ഒരു കൊല്ലത്തിലുണ്ടെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക? 52 weeks ആണ് നമുക്കുള്ളത്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? 26 lakhs ഇൻറ്റു 6/52. 6 weeks ആണ് ഇവിടെ നമുക്ക് ഇതായി എമൗണ്ട് ബ്ലോക്കായി കിടക്കുന്നത്, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അലോ ചെയ്തിരിക്കുന്ന ടൈം 6 weeks ആണ്. സോ വീക്സിലേക്ക് ആക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചെയ്യുക 26 lakhs divided into 6/52. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അത് എന്ത് ചെയ്യുക? ഇയർലിക്ക് ആയിട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞു. 3 lakhs നിങ്ങൾക്ക് ഔട്ടർ കോളത്തിൽ എഴുതാം, അല്ലെങ്കിൽ ഈ വർക്കിങ്സ് ഒക്കെ ഇന്നർ കോളത്തിൽ കാണിക്കാം. എന്നിട്ട് ഔട്ടർ കോളത്തിൽ ആ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസിനെ മാത്രം എടുത്ത് എഴുതിയാലും മതി. ദെൻ വേജ് ഔട്ട്സ്റ്റാൻഡിങ്. അടുത്തത് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടോ? അടുത്ത കാരണം പർച്ചേസ് ഓഫ് മെറ്റീരിയൽ കഴിഞ്ഞ് അടുത്ത ഐറ്റം പറഞ്ഞിരിക്കുന്നത് വേജസ് ആണ്. വേജസ് 1.5 weeks എന്ന് കാണുന്നുണ്ട്. 1.5 weeks അല്ലേ? അത് എത്രയാണ് എമൗണ്ട് വന്നിരിക്കുന്നത്? 19,50,000. 1.5 weeks എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആ റേഷ്യോ ഫോർമാറ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 1 into 2 plus 1, that is 3/2 weeks അല്ലേ? 3/2 weeks എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യാം? പേജ് ഔട്ട്സ്റ്റാൻഡിങ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 19,50,000 into 3/2 whole divided by 52. അങ്ങനെ വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? 19,50,000 into 3 divided by 2 into 52 അങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ വേജ് ഔട്ട്സ്റ്റാൻഡിങ് കിട്ടും. അത് നിങ്ങൾക്ക് കിട്ടുക 56,250 വരും. ദെൻ അടുത്തത് റെൻറ്റ് റേറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്, റെൻറ്റ് റേറ്റ്സ് എക്സെട്ര. ഓവർ ഹെഡ്സിലെ ഒന്നാണ്, അതും ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ആണ്. 6 months ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 6 monthsലത്തെ കാൽക്കുലേറ്റ് ചെയ്യാൻ എമൗണ്ട് 1 lakh ആണ്. 1 lakh into 6/12. ദെൻ സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? എത്ര നാളാണ്? 1 month എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8 lakhs ആണെന്ന് അറിയാം. സോ 8 lakhs into 1/12 ചെയ്ത് കഴിഞ്ഞാൽ സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് കിട്ടി. അതർ ഓവർ ഹെഡ്സ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
അവിടെ അതർ ഓവർ ഹെഡ്സ് ഔട്ട്സ്റ്റാൻഡിങ് 2 months എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് എമൗണ്ട്? 7,50,000. 7,50,000 ഇൻറ്റു 2/12 ചെയ്യാം. 2 months ആണ്. മന്ത്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2/12 മന്ത് ബൈ 12ഉം വീക്സ് എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 52 ആണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഒരു മാസം ഒരു 1 ഇയറിൽ നമുക്ക് 12 months ആണ് ഉള്ളത്. മറ്റേത് 1 ഇയറിൽ 12 monthsഉം വീക്സ് എന്ന് പറയുമ്പോൾ 52 weeks ആണുള്ളത്. സോ 7,50,000 ഇൻറ്റു 2/12 1,25,000. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ്. അങ്ങനെ കറണ്ട് അസറ്റ്സിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് ഡിഡക്റ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർഡ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ മാർജിൻ ഓഫ് സേഫ്റ്റിയോ ഒന്നും തന്നിട്ടില്ല. കണ്ടിജൻസിന് മീറ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രൊവിഷൻ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് മാത്രം ചെയ്താൽ മതി. ക്ലിയർ ആയോ? ഇതൊന്ന് വർക്കൗട്ട് ചെയ്യാം. അത് മിസ്സിനതൊന്ന് അയച്ചു തരാം. അതുപോലെ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർ മാജിക് കമ്പനി ലിമിറ്റഡിൻ്റെ ആണ്. ഇതിൽ സെയിൽസ്, റോ മെറ്റീരിയൽസ്, വേജസ്, മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻസസ്, ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇവരൊരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നത് 20% ഗ്രോസ് പ്രോഫിറ്റ് 20% ഓൺ സെയിൽസ് ആണ്. മാത്രമല്ല പറയുന്നു സപ്ലയേഴ്സ് ഓഫ് റോ മെറ്റീരിയൽസിൽ നിന്ന് കിട്ടുന്നത് 1 month ക്രെഡിറ്റ് ആണ്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് 2 months വയ്ക്കുന്നുണ്ട്. ആൻഡ് 1.5 months ഫിനിഷ്ഡ് ഗുഡ്സും. ക്യാഷ് ബാലൻസ് 1 lakhs ആണ് ആസ് എ പ്രിക്കോഷണറി ബാലൻസ്. ഇവിടെ മാർജിൻ ഓഫ് കണ്ടിജൻസി ഉണ്ട്, ദാറ്റ് ഈസ് 10%. ഫൈൻഡ് ഔട്ട് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് സ്റ്റാർ മാജിക് ലിമിറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടാണ് ഡാറ്റ തന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒന്ന് വർക്കൗട്ട് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ചെയ്യുക. ഇതൊന്ന് ചെയ്തിട്ട് മിസ്സിനെ അറിയിക്കാം. താങ്ക് യു.